ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ കാരണത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കാം. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ അവകാശവാദവും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യവുമാണ്. അല്ലെ, വളരെ ഡെവലപ്മെന്റ്സ് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ ഈ ഒരു 10 കൊല്ലത്തെ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖല ഏറ്റവും മുന്നിൽ എന്ന രീതിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി പഠിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടിയെ അവിടെ കൊണ്ട് ചേർത്തത്? ഇത്രയധികം ശ്രേഷ്ഠമായ പൊതുവിദ്യാഭ്യാസ സംവിധാനമുള്ള കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിലായിരുന്നില്ലേ ആ കുഞ്ഞിനെ ചേർക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതാരുടെയും കുറ്റമല്ല, അതൊറ്റ കാര്യമാണ്. നമ്മുടെ, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ അച്ഛനമ്മമാർക്കും നമ്മുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം എന്നല്ല മറ്റെന്ത് സാധനമാണെങ്കിലും ദ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ദ ബെസ്റ്റിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന ദ ബെസ്റ്റിലേക്ക് ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംവിധാനം എത്തിയിട്ടില്ല എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള സാക്ഷ്യപ്പെടുത്തലാണ്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല, മുൻ സർക്കാരുകളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സർക്കാരുകൾക്ക് ഈ ഒരൊറ്റ വിദ്യാഭ്യാസ മേഖല എന്നുള്ള വകുപ്പ് മാത്രം നോക്കിയിരുന്നാൽ പോരല്ലോ. അപ്പൊ ഒരുപാട് വരുമാനമുള്ള ഒരു സംസ്ഥാനം അല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനം വെച്ച് എല്ലാ വകുപ്പുകളിലും പറ്റുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങളല്ലേ നടത്താൻ പറ്റുള്ളൂ. അവിടെയാണ് PM ശ്രീ പോലെയുള്ള ഒരു പദ്ധതിയിലൂടെ 1100 കോടിയിലധികം രൂപ കേന്ദ്രം കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഫണ്ട് ചെയ്യാമെന്ന് പറയുന്നത്. അത് സ്വീകരിക്കാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് സ്വീകരിക്കുകയും വിദ്യാഭ്യാസ മേഖലയെ ഡെവലപ്പ് ചെയ്യുകയും തന്നെ വേണം. കാരണം വിദ്യാഭ്യാസ മേഖല ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾ പഠിച്ചിറങ്ങുന്നത് ഇന്നത്തെ അല്ല, നാളത്തെ അല്ല, മറ്റന്നാളത്തെ അല്ലാത്ത തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണ് പറയുക ചലഞ്ചുകളിലേക്കാണ്. നമ്മൾ AI വരുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്ക്, AI പൂച്ചകള്, AI ക്യാരറ്റ്, AI ബീട്രൂട്ട്, AI കുരങ്ങൻ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. AI കുരങ്ങൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ AIയിലുള്ള ഒരു ആഭിമുഖ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. നമുക്കൊക്കെ കുറെ നാൾക്ക് മുന്നേ ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇന്ന് പല പല വലിയ മൾട്ടിനാഷണൽ കമ്പനീസിലും AIയുടെ വരവോടുകൂടി സ്റ്റാഫുകളുടെ എണ്ണം അവർ കുറയ്ക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് ഈ AI ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കില്ലുകളുള്ള ആൾക്കാർക്കാണ് ഇനി ഒരു എന്താണ് പറയാ ഒരു പ്രയോറിറ്റി കിട്ടുക. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും വിദ്യാഭ്യാസ മേഖല നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോ കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു കാശ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. പിന്നെയുള്ളത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കുട്ടികൾ എന്തിനാ ഇപ്പൊ തൊഴിൽ പഠിപ്പിക്കേണ്ട കാര്യം, അതുങ്ങൾ പഠിക്കേണ്ട സമയമല്ലേ, പഠിക്കട്ടെ എന്ന്. പക്ഷെ അത് ഞാനെന്ന അമ്മയുടെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഈ 50 കുട്ടികൾക്കും 50 പഠന നിലവാരമാണ്. എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ആവറേജ് കുട്ടികളുണ്ടാവും, ബിലോ ആവറേജ് കുട്ടികളുണ്ടാവും. ഈ എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിച്ച് അവർ പോട്ടെ. ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ തട്ടിയും മുട്ടിയും ചരിഞ്ഞും മൂളിയും ഒക്കെ അതുങ്ങളും അങ്ങ് പോയിക്കോളും. ഈ ബിലോ ആവറേജ് ഉള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് വേണ്ടത് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ്. ഈ പഠിക്കാൻ മിടുക്കരാണ്, എക്സലന്റ് എന്ന് നമ്മൾ പറഞ്ഞ കുട്ടികൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ വരുമ്പോൾ അവർ എക്സലന്റ് ആയിരിക്കണം എന്നില്ല. എന്നാൽ ഈ ബിലോ ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ മോശം എന്ന് പറഞ്ഞ കുട്ടികൾ അവിടെ മിടുക്കന്മാരും ബ്രില്യന്റും അല്ലെങ്കിൽ എക്സലന്റ് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടികളാവും. അപ്പോൾ ഈ 2 തരത്തിലുമുള്ള കുട്ടികളെ എക്സലന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠനവും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ തൊഴിലിന്റെ മാഹാത്മ്യം അറിഞ്ഞ് തന്നെയാണ് വളരേണ്ടത്. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒന്നും വിറ്റില്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസോടുകൂടി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വരും. അതൊരു വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് തന്നെ അഭിമാനം ഉണ്ടാകും. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ കുട്ടി പഠിച്ച് വലുതായി അവളുടെ ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഒരു ലഡ്ഡു കഴിക്കണം എന്നാണ് എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹം. ആ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിന്റെ അകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ മേന്മയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ട്രെയിനിങ്ങും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ PM ശ്രീ പദ്ധതിയിൽ നടപ്പിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഇതിനകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ വേണ്ടാന്ന് വെക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈഗോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഉള്ള ഈഗോ എന്ന് പറഞ്ഞതുപോലെ തന്നെ സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഈഗോ ഉണ്ട് അതിനകത്ത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത ചരിത്രങ്ങളൊക്കെ, അതായത് BJP യെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചരിത്രമൊക്കെ അതിൽ എഴുതി ചേർക്കുമെന്നാണ്.
അതിനെക്കുറിച്ച് സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളുടെ എന്താണ് പറയുക അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വാക്കുകൾ കൂടെ ശ്രവിക്കണം എന്നുള്ളത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് സിലബസുകൾ വെക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാതെ അത് ഒരു പാർട്ടിയുടെയും മേന്മ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി വരുന്ന ചരിത്ര പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്സിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ എന്താ പറയുക ഉത്ഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ സമര നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമര നേതാക്കളെ കുറിച്ച്, സ്വാതന്ത്ര്യ സമര കാലത്തെക്കുറിച്ച്, ഇതൊക്കെ ചേർന്ന കൂട്ടത്തിലാണ് ചരിത്രം എന്ന് പറയുന്നതെങ്കിൽ BJPയും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു ഭരണ സംവിധാനമാണ്, ദേശീയത അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. കുട്ടികൾ ഈ 3 പാർട്ടികളെ കുറിച്ചും പഠിക്കണം. എന്നിട്ട് അവർക്ക് നല്ലത്, അവർക്ക് ഏത് മോശം എന്നൊക്കെ ചിന്തിക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനാണ് അവർ പാർട്ടി തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ അതെല്ലാം പഠിക്കണം. അതിൽ ഇന്നത് പഠിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾ ചരിത്രം പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെയും BJPയും മറ്റ് ഇതര പാർട്ടികളെ കുറിച്ചും കുട്ടികൾ പഠിക്കണം. പാർട്ടികളെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടികളെയും കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുമ്പോൾ, കേരളത്തിന്റെ സംസ്ഥാന രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, കേരള സർക്കാരുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം കുട്ടികൾ ഈ പറഞ്ഞ പാർട്ടികൾ പഠിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ദേശീയ പാർട്ടിയായിട്ടുള്ള BJP ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഭരിച്ച കാലത്തോളമുള്ള ചരിത്രം ഈ കുട്ടികൾ പഠിക്കേണ്ടി വരും. അതിലെന്താണ് തെറ്റ്? അത് പഠിക്കണ്ടേ? അപ്പൊ അതൊരിക്കലും അങ്ങനെ BJPയുടെ ചരിത്രം പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് യാതൊരു ലോജിക്കും ഇല്ല. കുട്ടികൾ പഠിക്കുമ്പോൾ എല്ലാം തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഒന്നും പഠിക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ചിലപ്പം നിങ്ങൾക്ക് പറയാനുണ്ടാവും. പക്ഷെ ഞാൻ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പറയണം, ദൈവത്തെ ഓർത്ത് ഇതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സഭ്യമായിട്ടുള്ള കമന്റുകൾ, നിങ്ങളുടെ നെഗറ്റീവ്സ് എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. അതിനുശേഷം നമുക്ക് ഇത് കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്യാം. ഈ എന്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാറ്റം വരുമല്ലോ. കുറെ നെഗറ്റീവ്സ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും കൂടെ പഠിക്കുകയാണ്. അങ്ങനെ നമുക്ക് മാറി ചിന്തിക്കാം. ഇനി അതല്ല, ഭൂരിഭാഗവും നമുക്കത് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ, അങ്ങനെ എല്ലാവർക്കും അത് ശരിയാണ്, ഇന്ന കാരണങ്ങൾ ഒഴിവാക്കിയാൽ ഇത് നല്ലതാണ് എന്ന് തോന്നുവാണെങ്കിൽ ആ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതിയെ നമ്മളിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് ഈ പറഞ്ഞ BJP സർക്കാരിനും കേരള സർക്കാരിനും ഒപ്പം നിൽക്കാൻ പറ്റും. ഇല്ലേ? അപ്പൊ നമുക്ക് ഒരാൾ നമ്മളൊന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് ആരോഗ്യപരമായ ചർച്ചയിലൂടെ, ഇന്നിപ്പോ നമുക്ക് ആരോഗ്യപരമായ ചർച്ച നടത്താൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഇടയിൽ നമുക്ക് MLA-മാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ MLA-മാരുണ്ട്, MP-മാരുണ്ട്, നമുക്ക് സംസാരിക്കാമല്ലോ അല്ലെ? നമ്മളുടെ ഈഗോ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വെറുതെയുള്ള ചിന്താഗതികൾ കൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി അവതാളത്തിലാക്കി പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ.